ടൈറ്റാനിക് കപ്പൽ കടലിൽ മുങ്ങിയതിന് ഏകദേശം 100 വർഷം കഴിഞ്ഞ് 2012 മറ്റൊരു കപ്പൽ കടലിൽ മുങ്ങി. എങ്ങനെയാണ് ആ കപ്പൽ മുങ്ങിയതെന്ന വിവരം പിന്നീട് ലോകത്തിലുള്ള എല്ലാവരെയും അതിശയിപ്പിച്ച കാര്യമാണ്. ടൈറ്റാനിക്കിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള കപ്പലായിരുന്നു ഇറ്റലിയിലെ കോസ്റ്റ കൺകോർഡിയ. 3600 യാത്രക്കാർ, 1000 ജീവനക്കാർ എന്നിങ്ങനെ മൊത്തം 4229 പേരെ കൊണ്ടുപോകുന്ന ഈ കപ്പൽ ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം നടന്നത്. കപ്പലിന്റെ ക്യാപ്റ്റൻ ചെയ്ത ഒരു ചെറിയ തെറ്റാണ് ആ വലിയ കപ്പലിനെ കടലിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടത്. ഇങ്ങനെ സംഭവിക്കാൻ ആ ക്യാപ്റ്റൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇറ്റലിക്ക് സമീപം ജിംഗ്ലിയോ എന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലെ ജനങ്ങൾക്കും തന്റെ ഒരു സുഹൃത്തിനും കപ്പലിന്റെ ഭംഗിയും ആഡംബരവും കാണിക്കണമെന്ന ആഗ്രഹത്തിൽ ക്യാപ്റ്റൻ നിയമങ്ങൾ ലംഘിച്ച് കരയോട് വളരെ അടുത്ത് കപ്പലിനെ കൊണ്ടുപോയി. അപ്പോൾ ഒരു വലിയ പാറയിൽ കപ്പൽ തട്ടി അതിന്റെ അടിവശത്ത് വലിയൊരു വിള്ളലുണ്ടായി. അതുവഴി കടൽ വെള്ളം കപ്പലിനകത്തേക്ക് വന്നു തുടങ്ങി. അടുത്ത നിമിഷം തന്നെ പാനിക്കായ യാത്രക്കാർ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റനായിരുന്ന ഫ്രാൻസിസ്കോ സ്കെറ്റിനോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു രക്ഷാകപ്പലിൽ കയറി രക്ഷപ്പെട്ടു. ഇതെല്ലാം നടക്കുമ്പോൾ ആ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്കുള്ള നിലകളിലേക്ക് ഓടി എല്ലാവരെയും വെള്ളം കപ്പലിനുള്ളിൽ കടക്കുന്നതായി അറിയിച്ച് കപ്പലിലെ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റുകൾ കൊടുത്ത് സഹായിച്ചു. അവസാനം ഒരാൾക്ക് ജാക്കറ്റ് ഇല്ലാതെ വന്നപ്പോൾ സ്വന്തം ലൈഫ് ജാക്കറ്റ് നൽകി അയാളെയും എമർജൻസി ബോട്ടിലേക്ക് കയറ്റി കരയിലേക്ക് വിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത 32 പേർക്ക് ഈ കപ്പൽ അപകടത്തിൽ ജീവൻ നഷ്ടമായി. അതിലൊരാൾ അദ്ദേഹം തന്നെയാണ്. തന്റെ ജീവൻ ത്യജിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച കപ്പലിലെ ജോലിക്കാരനായിരുന്ന ഇന്ത്യക്കാരൻ റസൽ റബല്ലോ.